പോകണം. അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ഇപ്പോൾ വിമത വൈദികരും പോലീസും തമ്മിലുള്ള ചെറിയ വാക്കുതർക്കമുണ്ട്. ആ 21 വിമത വൈദികരും പള്ളി ബിഷപ്പ് ഹൗസിനുള്ളിൽ തന്നെയാണ്. അവരെ അവിടെ തിരികെ പ്രവേശിപ്പിക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന നിലപാടിലാണ് വിമത വൈദികർ. നമുക്കിപ്പം സൈഫ് ന്യൂസുണ്ട്. സൈഫ് ന്യൂസ് അലിയാർ, എന്താണ് വിമത വൈദികർ പറയുന്നത്? അവർ ഗോ ബാക്ക് വിളിക്കുകയാണല്ലോ പോലീസിനെതിരെ. അരുൺകുമാർ, തീർച്ചയായും ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അനീഷ് ജോയി ഇവിടെ സ്ഥലത്തെത്തി ഇവരുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വീണ്ടും പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ ശബ്ദമുണ്ടാക്കിയത്. വലിയ രീതിയിലുള്ള സമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇപ്പോൾ CI ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇതോടെ ഇപ്പോൾ മുദ്രാവാക്യം വിളികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. പോലീസുമായി ഒരു വിധത്തിലുള്ള ചർച്ചയ്ക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഇവിടെ തുടരുന്നത്. ഈ റോഡ് വഴിയുള്ള ഗതാഗതം നിലയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പള്ളിക്ക് മുമ്പിൽ പ്രതിഷേധക്കാർ തമ്പടിച്ചിരിക്കുന്നത്. 100 കണക്കിന് വിമത വിഭാഗത്തിന്റെ പ്രതിഷേധക്കാരാണ് ഈ പള്ളിക്ക് മുൻപിൽ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, റോഡിൽ നിന്നാണ് ഇവരുടെ പ്രതിഷേധം. ഒപ്പം പള്ളിക്കകത്ത് ഈ വൈദികർ, പരിക്കേറ്റ വൈദികനടക്കം പള്ളിയുടെ അകത്തുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. രാവിലെ പുലർച്ചെ ഉണ്ടായ പോലീസ് നടപടി, ഒരു രീതിയിലുള്ള ഓർഡറും ഇല്ലാതെ കയറി വന്ന് പോലീസ് മർദ്ദിച്ച് പുറത്താക്കി എന്നുള്ളതാണ് ഈ വിമത വിഭാഗത്തിന്റെ ആരോപണം. അതിൽ പോലീസിനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കമ്മീഷണർക്കും DGPക്കും ഇത് സംബന്ധിച്ച പരാതി നൽകുകയാണ് എന്നുമാണ് രാവിലെ വിമത വിഭാഗം പറഞ്ഞത്. ഇപ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ അടുത്ത ബിഷപ്പ് ഹൗസിലേക്ക് എത്തുമെന്നറിഞ്ഞ് ഇപ്പോൾ അധികം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബോസ്കോ പുത്തൂർ എത്തുകയാണെങ്കിൽ ബിഷപ്പിനെതിരെയും വലിയ രീതിയിലുള്ള അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുവാനായുള്ള ആളുകൾ, അത്രയധികം ആളുകൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക്, സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്കാണ് ബസിലിക്ക പള്ളിയുടെ മുൻവശത്ത് ഈ വിമത വിഭാഗം വിശ്വാസികൾ തടിച്ചുകൂടിയിരിക്കുന്നത്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളികൾ നടക്കുന്നു. ഒപ്പം തന്നെ കൂരിയയിൽ നിന്ന് പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്നും, നിലവിൽ കൂരിയ ഭരിക്കുന്നവർ അഴിമതിക്കാരാണ്, അവരെ പുറത്താക്കണമെന്നും ഒക്കെയാണ് ഇവരുടെ ആവശ്യം. ഈ ബിഷപ്പ് ഹൗസിന് മുൻപിലായിരുന്നു ഈ വിമത വിഭാഗം വൈദികർ, 21 വൈദികർ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി ഇപ്പോൾ സംഘർഷത്തിന് ശമനമുണ്ട്. അവിടെ ഗോ ബാക്ക് വിളിച്ചു, പോലീസുകാർ പിന്തിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസുകാർ ഇപ്പോഴും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത തേടിയാണോ വന്നത് സൈഫ് ന്യൂസ്? തീർച്ചയായും പോലീസ് ഇപ്പോൾ പലതവണയായി ഈ ക്രമസമാധാന നില പ്രശ്നമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഈ പല തവണ ഇവരുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്നടക്കം പറഞ്ഞു. പക്ഷേ ഇവർ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ബിഷപ്പ് ഹൗസിൽ നിന്നാണ് തങ്ങളുടെ വൈദികരെ പുറത്താക്കിയത്. അതുകൊണ്ട് ബിഷപ്പ് ഹൗസിൽ തന്നെ അവരെ തിരിച്ച് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ഒരുക്കിയ ശേഷം മതി ചർച്ച എന്നുള്ളതാണ്. പക്ഷേ അത് പോലീസ് എന്തായാലും അവിടെ വിമത വൈദികരും അവരുടെ പക്ഷത്തുള്ള വിശ്വാസികളും കൂടുതൽ സംഘടിച്ചെത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സേവ് ന്യൂസ്, നമ്മൾ മടങ്ങി വരാം. അവിടെ ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥയില്ല, പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത്.